ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസാസ്റ്ററിൻ്റെ വേറൊരു പാർട്ടാണ്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ പോളിസീസ്, അതായത് നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അല്ലേ? ഓവർകം ചെയ്യുന്നത് മാത്രമല്ല, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോസ് നിയമങ്ങൾ ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ് ബേസ് ആയാലും ഗവൺമെൻറ് ബേസ് ആയാലും ആക്ട്സ്, എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ എന്തിനു വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വേണ്ടി ആഫ്റ്റർ ഇഫക്ട്സ്, ഡിസാസ്റ്റർ ഉണ്ടായി, ദുരന്തമുണ്ടായി അതിനുശേഷമുള്ള ആഫ്റ്റർ ഇഫക്ട്സിൽ ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ലൊക്കാലിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ ആക്ട്സ് ഓൾറെഡി നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ള ലോസിലുള്ള നമ്മുടെ ഭരണഘടനയിൽ എഴുതിയ നമുക്കറിയാം നമ്മളുടെ എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് അംബേദ്കർ, അല്ലേ? നമുക്ക് അതിലെഴുതപ്പെട്ട ഭരണഘടനയിൽ എന്തൊക്കെ ആക്ടുകളാണ് ഈ ഒരു ഡിസാസ്റ്റർ ഓവർകം ചെയ്ത ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് കിട്ടാനുള്ളതും അവർക്ക് അഭയാർത്ഥികളെ പോലെ നിൽക്കേണ്ടി വരുന്ന അവർക്ക് കിട്ടുന്നതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ്. ഇതിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സുനാമി, ലാൻഡ് സ്ലൈഡ്, ഹീറ്റ് വേവ്സ്, കോൾഡ് വേവ്സ് ഒക്കെ ഇതൊക്കെ എന്താണ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഇതെല്ലാം വേവ്സ്, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ, സുനാമി, അല്ലേ? സുനാമി എന്ന് പറഞ്ഞാൽ കടലിൽ വെള്ളം കൂടിയിട്ട് നമ്മളിന്ന് കരയെ വിഴുങ്ങുന്ന ഒരവസ്ഥ. കടൽക്കരയിലെ വീടൊക്കെ ആര് കൊണ്ടുപോകും? കടൽ കൊണ്ടുപോകും. സുനാമി വന്നാൽ പിന്നെ പറയണ്ട, വെള്ളം കൂടുതലാവും. ഓക്കെ, ദെൻ ഹീറ്റ് വേവ്സ്, കോൾഡ് വേവ്സ്, ലാൻഡ് സ്ലൈഡ് എല്ലാം. ഓക്കെ, ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ്, ആക്ട്സ് ഓഫ്. ഇതിലെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ പോളിസിയിൽ പറയുന്നത് നോക്കാം. ഓക്കെ, ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ഗ്ലോസറി. ഇതാണ് പറയുന്നത് പോളിസീസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. പോളിസീസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യയിലുള്ള പോളിസീസിൽ എന്തൊക്കെ ആക്ട്സുകളാണുള്ളത്. ആൻഡ് ആക്ട്സ് റിലേറ്റഡ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അത് നമ്മളൊരു സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ എന്താണ് പറഞ്ഞത് നോക്കാം. എന്താ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ആക്ട് mandated the creation of National Disaster Management Authority and the Disaster Management Division of Ministry of Home Affairs retained responsibility for overfall stream the National Disaster Response. അതായത് ദേശീയ ദുരന്ത നിവാരണ കമ്മിറ്റി എന്നൊക്കെ പറയും നമ്മളല്ലേ, ദേശീയം. നാഷണൽ ബേസ് നോക്കും. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇനി വരുന്നൊക്കെ എന്തായിരിക്കും? നാഷണൽ ബേസ് ആയിരിക്കും. അതായത് ഇന്ത്യ മൊത്തം രാജ്യമാണ്. ആ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും ഓരോരോ പല രീതിയിലായിരിക്കും ഡിസാസ്റ്റർ വരിക. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു വിചാരിച്ചു, ആസാമിൽ ചിലപ്പോൾ എന്തോ കൊടുങ്കാറ്റ്, അങ്ങനെ പല രൂപത്തിലവർ. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അതിനനുസരിച്ചുള്ള ഫണ്ട് അവർക്ക് കൊടുക്കണമെങ്കിൽ അതിൻ്റേതായ ആക്ട് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. The Disaster Management Division of the Ministry of Home Ministry and Affairs or retained responsibility overall. അതായത് മിനിസ്ട്രി ഓവറോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നാണ് പറയാം. മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലാതെ ഓരോ പേഴ്സൺസ് അല്ല ഓരോന്നും ഏറ്റെടുക്കുക. കാരണം പേഴ്സൺസ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വ്യക്തികൾ വിചാരിച്ചിട്ടല്ലല്ലോ ഭൂമി മാറുന്നതും ഭൂമിയിൽ ദൈവം, നമ്മൾ പറയും ദൈവം അങ്ങനെ തരുന്നതും പ്രകൃതിയാണ് നമുക്ക് തരുന്നത്. അതിൽ ആരും അല്ല മനുഷ്യർ. അതുപോലെ മന്ത്രി ആവട്ടെ, മിനിസ്ട്രിയിലെ മന്ത്രിയോ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അങ്ങനെ ആരും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഇവിടുത്തെ വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. ഇത് ഓൾറെഡി നാച്ചുറൽ ബേസ് ആണ്. മീൻസ് പ്രകൃതി തരുന്നതായതുകൊണ്ട് തന്നെ ഇത് ആരെ റെസ്പോൺസിബിലിറ്റി ആയി മാറുന്നു? നാഷണൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ആയി മാറുന്നു. കാരണം എവിടെയാണോ ദുരന്തം നടന്നത് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഏത് സംസ്ഥാനത്താണോ നടന്നത്, ആ സംസ്ഥാനത്ത് എന്ത് ഡിസാസ്റ്റർ ആണോ നടന്നത് അതിനനുസരിച്ച്, അതായത് ഹ്യൂജ് എമൗണ്ട് ലോസ് ഉണ്ടോ, സ്മോൾ എമൗണ്ട് ലോസ് ആണോ, എക്കണോമിക് ലോസ് എത്രത്തോളം ഉണ്ട്, സോഷ്യൽ ലോസ് എത്രത്തോളം ഉണ്ട്, പ്രോപ്പർട്ടി എത്രത്തോളം ഒലിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ലൂസ് ആയിട്ടുണ്ട്, വീടുകൾ എത്ര നശിച്ചിട്ടുണ്ട്, ആൻഡ് കമ്മ്യൂണിറ്റി ലെവലിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നും രണ്ടൊന്നല്ല, ഒരു സീറോന്ന് തുടങ്ങിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരണം. ആ കമ്മ്യൂണിറ്റികളെല്ലാം നശിച്ചു പോയതായിരിക്കും. ഏത് സംസ്ഥാനമാണെങ്കിലും അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നാഷണൽ റെസ്പോൺസിബിലിറ്റി, ദേശീയ റെസ്പോൺസിബിലിറ്റി, ദേശീയ ഉത്തരവാദിത്വമാണ്. ദേശീയ ആക്ട് പ്രകാരമാണ് അതിലെന്ത് വരുന്നത്, അതിലേക്ക് ലീഗലി പ്രൊസീഡായി വരുന്നത്. ഓക്കെ,
Then institutional framework and under the disaster management act. Institutional framework എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്നത് എവല്യൂഷൻ ഓഫ് NDMA. എന്താണ് NDMA? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, അതിൽ ലോഡ് പോളിസി ഓഫ് ഡിസാസ്റ്റർ അപ്രൂവ് നാഷണൽ പ്ലാൻ. ഇതിന് ഒരു അപ്രൂവൽ ആവണം. പ്ലാന്, അതായത് ഇന്ന സ്ഥലത്ത് ഇന്നത് നടന്നു എന്ന് പറഞ്ഞിട്ട് എന്താവണം? പ്ലാൻ അപ്രൂവൽ ആക്കിയതിന് ശേഷമേ ആ ഒരു സ്ഥലത്തേക്ക് എന്തിനു പോകാൻ പറ്റുള്ളൂ, അവർക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു പ്ലാൻ, ഒരു നേരത്തെ മിസ് പറഞ്ഞല്ലോ, ഈ ഡിസാസ്റ്റർ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതായത് റോഡ് എത്രത്തോളം, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് എത്രത്തോളം നശിച്ചു, ഇനിയിപ്പോൾ കൃഷിയാണെങ്കിൽ എത്രത്തോളം നശിച്ചു, വീടുകളാണെങ്കിൽ എത്രത്തോളം നശിച്ചു, സ്കൂളുകൾ എത്രത്തോളം നശിച്ചു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് ഉള്ള പ്ലാൻ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ പ്ലാന് അപ്രൂവലായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മുണ്ടക്കയം അല്ലേ, ചൂരൽമല നമ്മൾ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് 2018 ഫ്ലഡാണ്. 2008 അല്ലേ, കാരണം 2008 ഈ സമയത്ത് കേരളം മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിരുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് അല്ലേ റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ എന്തിൻ്റെ? കേരളം. ഇത് ഏത് സ്റ്റേറ്റാണ് വന്നത്? നമുക്ക് കേരളം. കേരളയിലാണ് ആ 2008 ഫ്ലഡ് വന്നത്. ആ സമയത്ത് റീകൺസ്ട്രക്ഷൻ ഭയങ്കര നല്ല റീകൺസ്ട്രക്ഷനായിട്ട് ഒരു ജനങ്ങളെ മൊത്തം ഒലിച്ചു പോയൊരു വലിയൊരു സ്ഥലം, വലിയൊരു സ്റ്റേറ്റ് തന്നെ വെള്ളത്തിൽ ആണ്ടുപോയൊരു സമയം ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റിനെ തന്നെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാൻ ഗവൺമെൻറ് അത്രത്തോളം പ്ലാൻ അപ്രൂവൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊരു എക്സാമ്പിളാണ്. അതാണ് പറഞ്ഞത് നമ്മൾ ആക്ട്സ് പ്രകാരം. നെക്സ്റ്റ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് NEC, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അത് SDMA, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദെൻ റോൾ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഇൻ ഗവൺമെൻറ്, സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ഇൻ ഗവൺമെൻറ്, റോൾ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാം. ഈ നേരത്തെ 2025 നടന്നു, 25 അല്ല 24 അല്ലേ, മുണ്ടക്കയം ചൂരൽമല നടന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ഉദ്ദേശിച്ചത്ര ഫണ്ട് കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ, അതിന് വ്യക്തമായ നമുക്കറിയില്ല, ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കുറച്ച് ഫണ്ട് കിട്ടാൻ കുറവാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. The central government in coordinates with the provisions of the disaster management in 1905, the central government will take the such measures and other. കണ്ടോ, 2005 2005 ഡിസാസ്റ്റർ ഈ ഒരു ആക്ട് പാസ്സായത്. 2005 അന്ന് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഡിസാസ്റ്ററിലും പ്രത്യേകതരം ഈ ഒരു പ്ലാന് അപ്രൂവലാക്കുന്നതും ജനങ്ങൾക്ക് വീണ്ടും റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പാസ്സാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. റോൾ ഓഫ് സെൻട്രൽ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. റോൾ ഓഫ് സെൻട്രൽ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്? സെൻട്രൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി പ്രോസസ് ആൻഡ് സെൻട്രൽ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഹാവ് കീ റോൾ ഓഫ് ദ ഫീൽഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. The secretaries of the national ministries are department, environment and forestry, healthy, energy, space, earth science, water resources, railways are members of and will continue the. അതായത് എന്തൊക്കെ ഭാഗങ്ങളാണോ നശിച്ചത്, അത് ഫോറസ്റ്റ്, ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, പിന്നെന്താവട്ടെ, സ്പേസ്, ഇങ്ങനെയുള്ള എന്തൊക്കെയോ നമ്മുടെ ഭൂമിയിലുള്ള സകല സാധനങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക റോൾ ഓഫ് സെൻട്രൽ മിനിസ്റ്റർ ആൻഡ് നാഷണൽ ക്രൈസിസ് മാനേജ്മെൻറ്റ്. ക്രൈസിസിലെ, അതായത് പെട്ടെന്നൊരു എന്താ പറയുക, ക്രൈസിസ് വരികയല്ല, നമുക്ക് എന്താ ചെയ്യുന്ന അറിയാത്ത സ്റ്റേറ്റ് ഗവൺമെൻറ്. ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസ്പെക്ട് ടു സ്റ്റേറ്റ്. ഫസ്റ്റ് ഒരു
ലൊക്കാലിറ്റിയിൽ പ്രശ്നം വന്നാൽ ഫസ്റ്റ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പോകുന്നത് ആ സ്ഥലം എവിടെയാണുള്ളത്, കേരളത്തിൽ അല്ലേ? കേരളത്തിലാണെങ്കിൽ അത് കേരളത്തിൽ. നമ്മുടെ ഇപ്പോൾ വയനാടാണ് വന്നത് ആ ദുരന്തം, മുണ്ടക്കയും പിന്നെ ചൂരൽമല ദുരന്തം വന്നത് വയനാടാണ്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിനാണ് ബുദ്ധിമുട്ടല്ല, കേരളമാണ് ഏറ്റെടുക്കേണ്ടത്, സ്റ്റേറ്റിനാണ് ഫസ്റ്റ് അതിന് കിട്ടേണ്ടത്. ഓക്കെ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് മോർ ദെൻ അതർ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് എന്തൊക്കെയാണ്? സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലെ പോലീസ് ഫോഴ്സ് വേണം, സ്റ്റേറ്റ് പോലീസ് വേണം, ഫയർ സർവീസിന് ഹോം ഗാർഡ്സ്, ഫയർ സർവീസിലെ എല്ലാം വേണം. തീപിടുത്തമൊക്കെ വരുന്നതാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടി തീയൊക്കെ വെച്ച് ഫയർഫോഴ്സ് തീയണയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പോൾ അതും. ദെൻ സിവിൽ ഡിഫെൻസ് ആൻഡ് ഹോം ഗാർഡ്സ്, ലോക്കൽ ഇലക്റ്റഡ് ബോഡീസ് അല്ലേ? ദെൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. എന്തൊക്കെ പോളിസിയാണ്? നാഷണൽ പോളിസി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, the disaster management cycle with the focus of preparedness of prevention and meditation. Okay, disaster management cycle with the focus on preparedness. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ? ഇന്റർനാഷണൽ നാഷണൽ അപ്രോച്ച് കേട്ടോ. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച്. ടുവേർഡ്സ് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. സ്റ്റേജ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. ഡിസാസ്റ്റർ അതായത് ഡിസാസ്റ്റർ വരുമ്പം എന്താണ് ആദ്യം ചെയ്യുക? പ്രീ ഡിസാസ്റ്റർ ഡിസർമെൻറ്റ്, പ്രിവെൻഷൻ ഡ്യൂറിങ് ഡിസാസ്റ്റർ. all activities like search, rescue and evaluation, identification and management of dead bodies, management provision of first, അതായത് ഫസ്റ്റ് എയ്ഡ്. എവിടെയെങ്കിലും ഡിസാസ്റ്ററായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നടന്നാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ചിലപ്പോൾ ഫയർഫോഴ്സോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നാട്ടുകാരനെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് ഇറങ്ങുക. നമ്മൾ സന്നദ്ധ സംഘടനകൾ കുറേ എന്താ പറയുക ഓർഗനൈസേഷൻസ് എല്ലാം നാട്ടിലുണ്ടാവും. അപ്പം നമ്മൾ സ്റ്റേറ്റിൻ്റെ അതായത് ലൊക്കാലിറ്റിയിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ നടന്നാൽ, ദുരന്തം നടന്നാൽ പെട്ടെന്ന് ആദ്യം ഇടപെടുന്നത് ആ സ്റ്റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് എന്തിലേക്ക്? നേരത്തെ നമ്മൾ വായിച്ചു റെസ്പോൺസിബിലിറ്റി ഗോസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ശേഷമാണ് നാഷണലിലേക്കും ദേശീയ ദുരന്ത നിവാരണ കമ്മിറ്റി ആക്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അതൊക്കെ ദേശീയ തലത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ഉള്ളിൽ വന്നത് ഇന്ത്യ ആക്ട്സും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച് ടുവേർഡ്സ് ഡിസാസ്റ്റർ. അതായത് ഇൻ്റർനാഷണൽ ആയിട്ടും നാഷണലായിട്ടും. അന്താരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇന്ത്യ അല്ലാതെ പുറത്തുള്ള രാജ്യങ്ങൾ അപലപിച്ചു എന്നൊക്കെ നമ്മൾ കാണാറില്ലേ? അമേരിക്ക, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള പുറത്തെ യൂറോപ്യൻ രാഷ്ട്രമാരെ നമ്മൾ ഇന്ത്യയെ നോക്കുമ്പോൾ ഇൻ്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഇന്ത്യയെ നോക്കിയിട്ട് എന്ത് പറയും? ഇന്ത്യയിൽ ഇങ്ങനൊരു സംസ്ഥാനത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപം രേഖപ്പെടുത്തുന്ന അനേകം രാഷ്ട്രങ്ങളുടേതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ അവരെന്തും ചെയ്യും, ഒരു പക്ഷേ നമുക്ക് ധനസഹായങ്ങളും ചിലപ്പോൾ തരും,
ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ദെൻ നാഷണൽ അപ്രോച്ച്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നാഷണൽ അപ്രോച്ചാണ് കേന്ദ്ര ഗവൺമെൻറ്. നമുക്കറിയാം നമ്മളെ ഒരു ചൂരൽമല മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് സഹായം കിട്ടിയെന്നും പറയുന്നുണ്ട്. അത് നമ്മൾ അഭ്യർത്ഥിച്ച് കിട്ടിയില്ല എന്ന് ന്യൂസ് റിപ്പോർട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യം നമുക്കറിയില്ല. നമ്മുടെ ക്ലാസ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറയുന്നുള്ളൂ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല.